ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നോ എന്ന് ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ്. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇംപ്ലാന്റേഷൻ ടിപ്പിനെ പറ്റിയിട്ടാണ്. ഇംപ്ലാന്റേഷൻ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചറിൽ നമ്മൾ ഒരു ആക്ടിവിറ്റീസും ചെയ്യുന്നതിന് മുൻപായിട്ടുള്ള നമ്മുടെ ആ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ബോഡി ടെമ്പറേച്ചറാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബേസൽ ബോഡി ടെമ്പറേച്ചർ നമ്മളൊന്ന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നോ എന്നോ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഈ ഇംപ്ലാന്റേഷൻ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചറിൽ സംഭവിക്കുന്ന ഒരു കുറവാണ്, ഒരു താഴ്ചയാണ് ഈ ഡിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോഡി ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഒരു ഡിപ്പ്. സാധാരണ നമ്മളിൽ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ കുറച്ചൊന്ന് ഇൻക്രീസ് ആകും. ദെൻ പീരിയഡ്സ് അടുക്കെയുള്ള ആ ഒരു ദിവസത്തിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒന്ന് ഡിക്രീസ് ആവും. അങ്ങനെ ഡിക്രീസ് ആവാനായിട്ടുള്ള കാരണം നമ്മുടെ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ ഡിക്രീസ് ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. സാധാരണ നമ്മൾ നോർമലി നമ്മുടെ ആ ഒരു ബോഡി ടെമ്പറേച്ചർ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇൻക്രീസ് ആകുമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ നമ്മളിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരു ദിവസമായിട്ടുള്ള ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു 6 മുതൽ 12 ദിവസത്തിനകത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ നേരിയ ഒരു കുറവ് അനുഭവപ്പെടും. ഈ ഒരു കുറവ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ ഒരു കുറവ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ലക്ഷണമാണത്. ഇനി ഈ ഒരു ഇംപ്ലാന്റേഷൻ ഡിപ്പ് എങ്ങനെയാണ് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ കിടക്കയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചാരിയിരിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കുന്നതിനേക്കാളും നല്ലത് കിടക്കയിൽ കിടന്നിട്ട് നമ്മളൊരു ഡയറിയോ അല്ലെങ്കിൽ ഒരു തെർമോമീറ്ററോ നമ്മുടെ അടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസവും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ശരീര താപനില നമ്മൾ മോണിറ്റർ ചെയ്യുക. ഈ ശരീര താപനില നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് ഇത് ഒരു ബുക്കിൽ എഴുതി വെക്കുക. നോർമലി നമുക്കുണ്ടാകുന്ന ഒരു ടെമ്പറേച്ചർ നമ്മളങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സ് കഴിഞ്ഞിട്ടും, അതായത് ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് എക്സാക്റ്റ് നമ്മുടെ ആ ഒരു പീരിയഡ്സ് അടുക്കുന്ന ആ ഒരു ദിവസം വരെ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതിൽ നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഈ ഒരു ഡിപ്പ്, ഒരു ടെമ്പറേച്ചറിൽ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നു എന്ന് ചെറുതായിട്ടൊന്ന് അനുമാനിക്കാനായിട്ട് സാധിക്കും. നമ്മളിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾക്ക് പനിയൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ വേറെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതിന് മുൻപാണ് ഈ ഒരു ടെമ്പറേച്ചർ നിങ്ങൾ മോണിറ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് നമുക്കൊരു കറക്റ്റായിട്ടുള്ള റിസൾട്ടായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റു പല പ്രഗ്നൻസി ലക്ഷണങ്ങളും നിങ്ങളിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഡിപ്പ് നമുക്കുണ്ടാകുന്നത് 1 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിരിക്കും. നോർമലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്കൊരു 98 ഒക്കെയാണ് നമുക്ക് ടെമ്പറേച്ചർ കാണുന്നതെങ്കിൽ, ഒരു 98 ഡിഗ്രിയൊക്കെയാണ് നമുക്ക് ടെമ്പറേച്ചർ കാണുന്നതെങ്കിൽ ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ കുറവ് വരുന്നത് ഒരു 97.3 ഒക്കെ ആയിരിക്കും നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ കുറവ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 0.7 വ്യത്യാസം മാത്രമേ അവിടെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വേറെ ഏത് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് മുൻപും ഈ ഒരു ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെയുള്ളൊരു പൊസിഷനിൽ നിങ്ങൾ ടെമ്പറേച്ചർ ഒന്ന് മോണിറ്റർ ചെയ്യുക കേട്ടോ. അതല്ലാതെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ഇരുന്ന് നേരെ ഒന്ന് നമ്മളെ കംഫർട്ടബിൾ ആക്കി ഇരുത്തിയതിന് ശേഷമോ അല്ലെങ്കിൽ ഈവൻ വാഷ്റൂം യൂസ് ചെയ്ത് വന്നതിന് ശേഷമോ നിങ്ങൾ ഈ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യരുത്. നിങ്ങൾ കിടന്നിട്ട് ആ കിടന്ന കിടപ്പിൽ വേറെ ഏത് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നതിന് മുൻപും എത്രയാണോ നിങ്ങളുടെ ടെമ്പറേച്ചർ അത് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. ഈ ടെമ്പറേച്ചർ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുമ്പോഴേക്കും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു 6 to 12 ഡേയ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിപ്പ് നിങ്ങളുടെ ടെമ്പറേച്ചറിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്നും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ഡിപ്പിന് അർത്ഥം ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്നാണ്. നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.